ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 48ാമത്തെ ദശകത്തിൻ്റെ ആദ്യ 5 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചൊല്ലിയത്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൽ ബാക്കിയുള്ള 5 ശ്ലോകങ്ങളും ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കാം. മംഗള ശ്ലോകങ്ങൾ ഞാൻ ചൊല്ലി വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലാത്തവർ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി, കാണാൻ പറ്റും. പിന്നെ 46ാമത്തെ ദശകവും 47ാമത്തെ ദശകത്തിൻ്റെയും പാരായണം മാത്രമായിട്ടുള്ള വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോ കുറച്ച് വൈകിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടയിലിടണം, അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. കൽപ്പാത്തി തേരിന് പോയി. അപ്പോൾ ഇവിടെ മഞ്ഞുള്ള സമയമാണിപ്പോൾ. അപ്പോൾ രാത്രി പോയപ്പോൾ അടുത്ത ദിവസം ശബ്ദമേ ഇല്ല. അങ്ങനെ സൺഡേത്തെ ക്ലാസ്സും ഒക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് എടുത്തത്. സൗണ്ട് ഒട്ടുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്താലും അത് വൃത്തിയായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ അല്പം താമസിച്ചത്. അപ്പോൾ നമുക്ക് ഇന്ന് 48ാമത്തെ ദശകം ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം മുദാസുരൗഖൈസ്ത്വമുദാരസമ്മതൈരുദീര്യ ദാമോദര ഇത്യഭിഷ്ടുത മൃദൂതരസ്വൈരമുലൂഖലേലകന്നതൂരതോദ്വൗ കകുഭാവുതൈക്ഷത കുബേരസൂനുർനളകൂപരാഭിത പരോമണിഗ്രീവ ഇതി പ്രതാം ഗത മഹേശസേവാദിഗതശ്രിയോന്മതൗ ചിരം കില ത്വദ്വിമുഖാവഖേലതാം സുരാപഗായാം കില തൗ മതോത്കടൗ സുരാപഗായത് ബഹുയൗവതാവൃതൗ വിവാസസൗ കേളിപരൗ स നാരദോ ഭവത്പദൈകപ്രവണോ നിരൈക്ഷത ഭിയാ പ്രിയാലോകമുപാത്തവാസസം പുരോ നിരീക്ഷ്യാപി മതാന്തചേതസൗ ഇമൗ ഭവദ്ഭക്ത്യുപശാന്തിസിദ്ധയേ മുനിർജഗൗ ശാന്തിമൃദേ കുതഃ സുഖം യുവാമവാപ്തൗ കഗുഭാത്മതാം ചിരം ഹരിം നിരീക്ഷ്യാത പദം സ്വമാപ്നുതം ഇതീതി തൗ തൗ ഭവദീക്ഷണസ്പൃഹാം ഗതൗ വ്രജാന്തേ കഗുഭൗ ബഭൂവതു. ഇനി 6ാമത്തെ ശ്ലോകം ചൊല്ലാം. അതന്ത്രമിന്ദ്രദ്രുയുഗം തഥാവിധം സമേയുഷാ മന്ദരഗാമിനാ ത്വയാ തിരായിതോ ലൂഖലരോധനിർധുതൗ ചിരായ ജീർണൗ പരിപാതിതൗ തരൂ. ഒന്നുകൂടി ചൊല്ലാം. അതന്ത്രമിന്ദ്രദ്രുയുഗം തഥാവിധം സമേയുഷാ മന്ദരഗാമിനാ ത്വയാ തിരായിതോ ലൂഖലരോധനിർധുതൗ ചിരായ ജീർണൗ പരിപാതിതൗ തരൂ. 6ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ 5 ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം. അതിൽ പറയുന്നത്, ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദാമോദരൻ എന്ന പേര് ഭഗവാന് വന്നു. ദാമം എന്ന് വെച്ചാൽ കയറ് ഉദരത്തിൽ കെട്ടിയവൻ. ആ അർത്ഥത്തിലാണ് ദാമോദരൻ എന്നുള്ള പേര് ഭഗവാന് വന്നത്. അപ്പോൾ ദാമോദരൻ എന്ന പേര് വിളിച്ച് സ്തുതിച്ച് ദേവന്മാരൊക്കെ വലിയ സന്തോഷത്തോടു കൂടി ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉരലിൽ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അല്പം അകലത്തായി, എന്നാൽ ഒരുപാട് അകലെയല്ല, കുറച്ചടുത്തായിട്ട് തന്നെ 2 മരുത വൃക്ഷങ്ങളെ ഭഗവാൻ കണ്ടു എന്നാണ് പറയുന്നത്. 2ാമത്തെ ശ്ലോകം മുതൽ കുബേരപുത്രന്മാരായ നളകൂബരൻ്റെയും മണിഗ്രീവൻ്റെയും കഥ പറയുകയാണ്. അങ്ങനെ നളകൂബരനും മണിഗ്രീവനും മഹാദേവനെ
മഹാദേവൻ്റെ വലിയ ഭക്തന്മാരാണ് അവർ. അങ്ങനെ മഹാദേവനെ സ്തുതിച്ചും ഭജിച്ചും ജീവിതത്തിൽ നേടിയെടുക്കാനാവുന്ന എല്ലാ ഐശ്വര്യങ്ങളും നേടിയെടുത്ത് വലിയ അഹങ്കാരികളായിട്ട് മാറി. വിഷ്ണുവിനെ ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണുവിനെ ധിക്കരിക്കുന്നവരുമായി വളരെ കാലം സുഖിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. എല്ലാ ഐശ്വര്യങ്ങളും കിട്ടിയപ്പോൾ ശിവനാണ് വലിയ, മഹാദേവനാണ് വലിയ ഭഗവാൻ എന്നുള്ളതും വിഷ്ണു ഭഗവാനോട് അത്ര മമതയില്ലാത്തതുമായിട്ടുള്ള സ്വഭാവമായിരുന്നു നളകൂബരൻ്റെയും മണിഗ്രീവൻ്റെയും. അപ്പോൾ അങ്ങനെ അഹങ്കാരം കൊണ്ട് മതം കൊണ്ട് നടക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നാരദ മഹർഷി നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് വരുന്ന സമയത്ത് പുണ്യനദിയായിട്ടുള്ള ഗംഗയിൽ വെച്ച് ഈ നളകൂബരനും മണിഗ്രീവനും മദ്യപാനികളും ഒപ്പം യുവതികളുണ്ട്, അവരും മദ്യം സേവിച്ചിട്ടുണ്ട്. അങ്ങനെ മദ്യം സേവിച്ച് വസ്ത്രമില്ലാതെ നഗ്നരായി ആ ഗംഗാനദിയിലെ ജലക്രീഡ നടത്തുന്നത് കാണാനിടയായി. അപ്പോൾ നാരദ മഹർഷി വരുന്നത് കണ്ടപ്പോൾ ആ യുവതികളെല്ലാം വേഗം ബഹുമാനം കൊണ്ടും ഭയം കൊണ്ടും വസ്ത്രങ്ങൾ, അവരവരുടെ വസ്ത്രങ്ങൾ എടുത്തുടുത്തു. ഇതും അവർ കണ്ടു. നളകൂബരനും മണിഗ്രീവനും ഈ സ്ത്രീകൾ വസ്ത്രം എടുത്ത് ഉടുക്കുന്നത് കണ്ടിട്ട് പോലും അല്പം പോലും ആ നാരദ മഹർഷിയോട് ബഹുമാനം കാണിക്കാതെ വീണ്ടും അവരുടെ ജലക്രീഡ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, അവരുടെ പോക്ക് നല്ല രീതിക്കല്ല എന്നുള്ളത് മനസ്സിലാക്കി നാരദ മഹർഷി അവരെ ശപിക്കുകയാണ്. ശാപം എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും 2 മരുത വൃക്ഷങ്ങളായി തീരുക, എന്നിട്ട് എന്നാണോ വിഷ്ണുവിനെ ദർശിക്കുന്നത് അന്ന് സ്വന്തം സ്ഥാനം പ്രാപിക്കുക എന്നുള്ളതായിരുന്നു ശാപം. അപ്പോൾ അങ്ങനെ നാരദ മഹർഷിയുടെ ശാപം ഫലിച്ചു. ഗോകുലത്തിനടുത്ത് 2 മരുത വൃക്ഷങ്ങളായി തീർന്നു നളകൂബരനും മണിഗ്രീവനും. അങ്ങനെ അവരവിടെ വിഷ്ണു ഭഗവാന്റെ വരവും കാത്ത് ആഗ്രഹത്തോടു കൂടി വിഷ്ണുവിനെ കാണാനുള്ള, ഭഗവാനെ കാണാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഇരിക്കുകയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അങ്ങനെ ഭഗവാനെ ഇങ്ങനെ ഉരലിൽ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ, ഭഗവാൻ ഉരലും വലിച്ചുകൊണ്ടിങ്ങനെ നടക്കുകയാണ് മുന്നോട്ട്. അപ്പോൾ ഇവിടെ 6ാമത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, വളരെ മന്ദം നടക്കുന്നവനായിരുന്നു ഭഗവാൻ. അതായത് വളരെ മെല്ലെയാണ് ഭഗവാൻ നടന്നത്. പക്ഷേ അക്ഷീണനായി തന്നെ മരുത വൃക്ഷങ്ങളുടെ അടുത്ത് എത്തുകയും ചെയ്തു. വളരെ മന്ദമാണ് നടക്കുന്നത്, എങ്കിലും വേഗത്തിൽ തന്നെ ആ മരുത വൃക്ഷങ്ങളുടെ അടുത്തെത്തി. എന്നിട്ട് 2 മരുത വൃക്ഷങ്ങൾ ഇങ്ങനെ അടുത്തടുത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിലൂടെ ഈ ഒരലും കൊണ്ട് ഭഗവാൻ ഇങ്ങനെ കടന്നു. നമ്മളതൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ആ കാഴ്ചകളൊക്കെ. അപ്പോൾ അങ്ങനെ ആ 2 മരുത വൃക്ഷങ്ങളുടെയും നടുവിൽ കൂടെ ഈ ഒരലും കൊണ്ട് കടന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരല് ഈ 2 വൃക്ഷങ്ങളുടെയും ഇടയ്ക്ക് നടുക്ക് കുടുങ്ങിയതുപോലെയായി. അതായത് ഭഗവാന് പിന്നെ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരൽ ഇങ്ങോട്ട് വരാത്തൊരവസ്ഥയിലേക്കായി. അങ്ങനെ ചേർന്നാണ് 2 മരുത വൃക്ഷങ്ങളും നിൽക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ കടന്നിട്ട് അങ്ങോട്ട് വീണ്ടും ആഞ്ഞു വലിച്ച സമയത്ത് വളരെ കാലമായി നിൽക്കുന്ന 2 വൃക്ഷങ്ങളാണത്. അത് ജീർണിച്ചിരുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. ആ 2 വൃക്ഷങ്ങളും മറിഞ്ഞു വീണു. ഒരു കൊച്ചു കുഞ്ഞിന് ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് അത്, അല്ലേ? 2 വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ കടപുഴക്കി ഇടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും ഒരു കൊച്ചു കുഞ്ഞിന് സാധിക്കില്ല. പക്ഷെ അതൊരു കൊച്ചു കുഞ്ഞല്ലല്ലോ, അത് സാക്ഷാൽ ഭഗവാനല്ലേ, മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണനാണല്ലോ അത്. അപ്പോൾ ഭഗവാന് സാധിക്കാത്തതായിട്ട് എന്താണുള്ളത്? അല്ലെങ്കിലും ഈ ഗോകുലത്തിൽ വന്നതിന് ശേഷം, യശോദാമ്മയുടെ അടുത്ത് വന്നതിന് ശേഷം അവരെന്നും കാണുന്നത് മുഴുവനും അത്ഭുതം നിറഞ്ഞ കാഴ്ചകളല്ലേ ഭഗവാന്റെ. അപ്പോൾ അതാണ് 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 6ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഉണ്ണിക്കണ്ണൻ ആ ഉരലും വലിച്ചുകൊണ്ട് മന്ദമാണ് നടന്നത്. എന്നാൽ അല്പം വേഗത്തിൽ തന്നെ ആ 2 മരുത വൃക്ഷങ്ങളുടെയും അടുത്തെത്തി. എന്നിട്ട് ഈ 2 മരുത വൃക്ഷങ്ങളുടെയും ഇടയിലൂടെ അപ്പുറത്തേക്ക് കടന്നു. ആ സമയത്ത് ഉരല് ഈ 2 വൃക്ഷങ്ങളുടെയും നടുക്ക് ഉടക്കുകയും പിന്നീട് വലിച്ചപ്പോൾ ഈ 2 വൃക്ഷങ്ങളും അത് ജീർണിച്ച് നിൽക്കുകയായിരുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. കടപുഴകി വീഴുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം ചൊല്ലാം. അഭാജിഷാഖിത്വിതയം യഥാ ത്വയാ തദൈവ തദ്ഗർഭതലാ നിരേയുഷാ മഹാത്വിഷാ യക്ഷയുഗേന തത്ക്ഷണാദഭാജി ഗോവിന്ദ
ഭവാനപിസ്തവൈ. ഒന്നുകൂടി ചൊല്ലാം. അഭാജിശാഖിത്വിതയം യഥാ ത്വയാ തദൈവ തദ്ഗർഭതലാ നിരേയുഷാ മഹാത്വിഷാ യക്ഷയുഗേന തത്ക്ഷണാദഭാജി ഗോവിന്ദ ഭവാനപിസ്തവൈ. ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ആ 2 മരങ്ങളും കടപുഴകി വീണ സമയത്ത് അതിനുള്ളിൽ നിന്നും ഈ 2 പേരും നളകൂവരനും മണിഗ്രീവനും വർദ്ധിച്ച തേജസ്സോടു കൂടി പുറത്തു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അവർ യക്ഷന്മാരാണ്, കുബേരപുത്രന്മാരാണ്, അവർ യക്ഷന്മാരുമാണ്. അങ്ങനെ വർദ്ധിച്ച തേജസ്സോടു കൂടി അവർ 2 പേരും പുറത്തു വന്നു. ആ പുറത്ത് വന്ന മാത്രയിൽ തന്നെ അവർ 2 പേരും ഭഗവാനെ സ്തുതിച്ചു. വളരെയധികം സ്തുതികൾ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത് അങ്ങനെ പുറത്തു വന്ന ഉടനെ തന്നെ അങ്ങ് അവരുടെ സ്തുതികളാൽ ഭജിക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങ് സ്തുതികളാൽ ഭജിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവരിരുവരും നല്ല നല്ല സ്തുതികൾ ചൊല്ലി ഭഗവാനെ ഭജിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ആ 2 മരുതവൃക്ഷങ്ങളും ഭഗവാൻ ഉരല് ഇടയിലൂടെ ഇട്ട് വലിച്ചത് നിമിത്തം കടപുഴകി വീഴുകയുണ്ടായി. ആ 2 മരുതവൃക്ഷങ്ങൾ വീണ ഉടൻ തന്നെ അതിനുള്ളിൽ നിന്നും നളകൂബരനും മണിഗ്രീവനും പുറത്തു വന്നു. അവർ വർദ്ധിച്ച തേജസ്സോടു കൂടിയാണ് പുറത്തു വന്നത് എന്ന് പറയുന്നു. അങ്ങനെ പുറത്തു വന്ന ഉടനെ തന്നെ അവരിരുവരും ഭഗവാനെ സ്തുതികൾ കൊണ്ട് ഭജിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം ചൊല്ലാം. ഇഹാന്യ ഭക്തോപി സമേഷ്യതി ക്രമാത് ഭവന്തമേതൗ ഖലു രുദ്രസേവകൗ മുനിപ്രസാദാദ്ഭവതം ക്രിമാഗതൗ ഗതൗ വൃണാനൗ ഖലു ഭക്തിമുത്തമാം. ഒന്നുകൂടി ചൊല്ലാം. ഇഹാന്യ ഭക്തോപി സമേഷ്യതി ക്രമാത് ഭവന്തമേതൗ ഖലു രുദ്രസേവകൗ മുനിപ്രസാദാദ്ഭവതം ക്രിമാഗതൗ ഗതൗ വൃണാനൗ ഖലു ഭക്തിമുത്തമാം. 8ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത് അന്യദേവതാ ഭക്തന്മാരും ക്രമേണ ഭഗവാനെ തന്നെ ഭജിക്കുന്നവരായി തീരും. അതായത് അന്യദേവത ഉപാസകരാണെങ്കിലും അന്യദേവതാ ഭക്തന്മാരാണെങ്കിലും അവർ പിന്നീട് ഭഗവാൻ വിഷ്ണുവിലേക്ക് തന്നെ ശരണം പ്രാപിക്കും. ഉത്തമ ഭക്തി ഭഗവാനിൽ നിന്ന് മാത്രമേ നേടാൻ കഴിയുകയുള്ളൂ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ നാരായണീയം തുടക്കം പഠിച്ചപ്പോൾ തന്നെ ഒരു ദശകം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറയുന്നുണ്ട് എല്ലാം ഈ പ്രപഞ്ചം മുഴുവനും പ്രളയത്തിൽ ഒന്നുമില്ലാതായി തീർന്ന് വീണ്ടും ഒന്ന് എന്ന് തുടങ്ങുന്ന സമയത്ത് ആദ്യം ഭഗവാനിൽ നിന്നാണ് ബ്രഹ്മാവ് പോലും ഉദ്ഭവിക്കുന്നത് എന്ന് പറഞ്ഞു. ബ്രഹ്മാവാണ് പിന്നെ സൃഷ്ടി നടത്തുന്നത്. അപ്പോൾ എല്ലാം ആ പ്രകാശമാണ്. ആ പ്രകാശത്തിൻ്റെ സ്രോതസ് അല്ലെങ്കിൽ ആ പ്രകാശം ഉണ്ടാവുന്നത് ഭഗവാനാണ്. ഭഗവാനിൽ നിന്നാണ് നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളത് ആ ഒരു പ്രകാശമാണ്, ആ ഭഗവാൻ എന്ന പ്രകാശമാണ്. അപ്പോൾ ഏത് ദേവതാ ഭക്തന്മാരും ക്രമേണ ഭഗവാനിലേക്ക് എത്തിത്തീരും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ അൾട്ടിമേറ്റ് സോഴ്സിലേക്ക് അല്ലെങ്കിൽ ആ അൾട്ടിമേറ്റ് ലൈറ്റിലേക്ക് എത്താതിരിക്കാൻ സാധിക്കില്ല. ഭഗവാനിലേക്ക് തന്നെ എല്ലാവരും ഒരു സമയത്ത് എത്തിച്ചേരണം എന്നുള്ളതാണ്. അപ്പോൾ ശിവനെ ഭജിക്കുന്നു അല്ലെങ്കിൽ വേറെ ദേവതകളെ ഉപാസിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാറ്റിലുമുള്ള ചൈതന്യം എന്ന് പറയുന്നത് ആ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ആരെ ഉപാസിച്ചാലും അവർ ഭഗവാനിലേക്ക് വിഷ്ണുവിലേക്ക് എത്തിച്ചേരും എന്നാണ് ഭട്ടതിരിപ്പാട് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പം ശിവഭക്തനായിരുന്നു രാവണൻ. പക്ഷെ രാവണന് മോക്ഷം കൊടുത്തത് ആരാണ്? ശ്രീരാമനാണ്. ഭഗവാന്റെ അവതാരമായിട്ടുള്ള ശ്രീരാമനിൽ നിന്നാണ് മോക്ഷം ലഭിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഏത് ദേവതകളെ ഉപാസിച്ചാലും
ഭഗവാനിലേക്ക് തന്നെ എത്തിച്ചേരും. അങ്ങനെ ഈ നളകൂബരനും മണിഗ്രീവനും ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ നാരദൻ ഒരു നിമിത്തമായി. നാരദനിലൂടെ ഭഗവാനിലേക്ക് അവർ എത്തിച്ചേർന്നു. എന്നിട്ട് ഉത്തമ ഭക്തി വരം നേടി അവർ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനെ ഭജിക്കുന്നവർ ഉത്തമ ഭക്തന്മാരാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാനിലൂടെ ഉത്തമ ഭക്തി നേടിയെടുത്ത് അവരിരുവരും നളകൂബരനും മണിഗ്രീവനും സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി എന്നുള്ളതാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 8ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഭട്ടതിരിപ്പാട് പറയുകയാണ്, അന്യദേവതാ ഭക്തന്മാരാണെങ്കിലും ഒടുവിൽ അവരെല്ലാവരും വിഷ്ണുവിൽ തന്നെ ശരണം പ്രാപിക്കും, വിഷ്ണുവിലേക്ക് തന്നെ അവർ തിരിച്ചെത്തും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ നളകൂബരനും മണിഗ്രീവനും ഭഗവാന്റെ ഈ ഒരു മോക്ഷം കൊടുത്തതിന് ശേഷം ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരായി തീർന്നു. അങ്ങനെ ഉത്തമ ഭക്തി വരം നേടി അവരവരുടെ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. തതസ്തരുധാരണധാരുണാരവ പ്രകമ്പി സംഭാതിനി ഗോപമണ്ഡലേ വിലജ്ജിതത്വജ്ജനനീ മുഖേക്ഷിണ വ്യമോക്ഷിനന്ദേന ഭവാൻ വിമോക്ഷത. ഒന്നുകൂടി ചൊല്ലാം. തതസ്തരുധാരണധാരുണാരവ പ്രകമ്പി സംഭാതിനി ഗോപമണ്ഡലേ വിലജ്ജിതത്വജ്ജനനീ മുഖേക്ഷിണ വ്യമോക്ഷിനന്ദേന ഭവാൻ വിമോക്ഷത. അങ്ങനെ നളകൂബരനും മണിഗ്രീവനും മോക്ഷം ലഭിച്ചു. അവരവരുടെ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഇവിടെ ഗോകുലത്തിൽ എന്താണ്, 2 മരങ്ങളാണ് കടപുഴകി വീണിരിക്കുന്നത്. കടപുഴകി വീഴുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേട്ട് ഗോപന്മാരുടെ സമൂഹം അവരിങ്ങനെ ഓടി വന്നു. എന്താണ് പറ്റിയത്, പിന്നെയും എന്തെങ്കിലും അപകടം നേരിട്ടോ കുഞ്ഞിന് എന്ന് പറഞ്ഞിട്ട് ഓടി വന്നു. ഓടി വന്നപ്പോൾ കാണുന്ന കാഴ്ച, ഈ ഒരെല്ലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്, 2 മരങ്ങൾ വീണിട്ടുണ്ട്, അതിൻ്റെ നടുക്ക് ഭഗവാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ മോക്ഷം നൽകുന്നവനാണല്ലോ ഭഗവാൻ. ആ ഭഗവാനെ ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് ആരാണ്? നന്ദഗോപരാണ്. ഭഗവാനെ മോചിപ്പിക്കേണ്ട കാര്യമില്ല, ഭഗവാൻ വിഷ്ണുവിൻ്റെ മായയാണ് ഇതൊക്കെ. അങ്ങനെ ഈ ജഗന്നാഥനാണ് എന്ന് തിരിച്ചറിയാതെയാണ് ആ യശോദാമ്മ ഭഗവാനെ കെട്ടിയിടുന്നത്. ഒരു അമ്മ കുഞ്ഞു വികൃതി കാണിക്കുമ്പോൾ അമ്മയ്ക്ക് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അങ്ങനെ ശിക്ഷിച്ചു എന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനൊരു അപകടം സംഭവിച്ചപ്പോൾ യശോദാമ്മ ലജ്ജിച്ചു പോയി. കാരണം താൻ ഇങ്ങനെ തൻ്റെ കുഞ്ഞിനെ ഒരെല്ല് കെട്ടിയിട്ടത് കൊണ്ടല്ലേ ഇങ്ങനൊരു അപകടം സംഭവിച്ചത് എന്നോർത്ത് യശോദാമ്മ ലജ്ജിച്ച് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് യശോദാമ്മയെ തന്നെ നോക്കിക്കൊണ്ട്, യശോദാമ്മയുടെ കണ്ണുകളിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടാണ് നന്ദഗോപര് കണ്ണനെ ഇങ്ങനെ അഴിച്ചുവിടുന്നത്. അതായത് ഇങ്ങനെ യശോദാമ്മയുടെ മുഖത്തേക്ക് എന്നെ നോക്കിയിട്ടാണ് ഈ കെട്ടിങ്ങനെ അഴിച്ചുവിടുന്നത്. കാരണം കുഞ്ഞിനെ ഇങ്ങനെ കെട്ടിയിടാൻ പാടും, എത്ര ചെറിയ കുട്ടി, ആ പിഞ്ച് വയറിൽ എങ്ങനെയാണ് കയറ് കൊണ്ട് ബന്ധിക്കാൻ തോന്നുക? നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലേ? ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിയെ വഴക്ക് പറയും. അപ്പോൾ കുട്ടിയുടെ അച്ഛൻ കയറി ഇടപെടും. കുട്ടി എന്തിനാ തല്ലിയത്, കുട്ടി എന്തിനാ അങ്ങനെ ഉപദ്രവിക്കണത്, പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തിരുത്താറുണ്ട്. അതുപോലെ തന്നെ യശോദാമ്മ ഇങ്ങനെ ഉണ്ണിക്കണ്ണനെ ഒരില്ല് ബന്ധിച്ചു. നന്ദഗോപര് വന്നിട്ട് യശോദാമ്മയുടെ മുഖത്തേക്ക് എന്നെ നോക്കിയിട്ട് കണ്ണനെ ആ ഒരിലിൽ നിന്നും മോചിപ്പിച്ചു എന്നുള്ളതാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. 2 മരങ്ങളും വീഴുന്ന ഭയങ്കരമായ ശബ്ദം കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാരെല്ലാവരും ഓടി വന്നു. ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച, ഈ ഉരലിൽ ഭഗവാനെ കെട്ടിയിട്ടിട്ടുണ്ട്, 2 മരങ്ങൾ അവിടെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ നന്ദഗോപർക്ക് തൻ്റെ പുത്രനെ ഇങ്ങനെ യശോദാമ്മ ബന്ധിച്ചതിലുള്ള ദേഷ്യമുണ്ട്. യശോദാമ്മയാണെങ്കിൽ ഇങ്ങനൊരു അബദ്ധം സംഭവിച്ചതിൽ ലജ്ജിച്ച് ഇങ്ങനെ തലയും താഴ്ത്തി നിൽക്കുകയാണ്. ആ സമയത്ത് യശോദാമ്മയുടെ മുഖത്ത് തന്നെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് നന്ദഗോപര് ശ്രീകൃഷ്ണനെ ഉരലിൽ നിന്നും മോചിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചൊല്ലാം. മഹീരുഹോർമദ്യഗതോ ഭദാർഭഗോ ഹരേ പ്രഭാവാദ പരീക്ഷതോധുനാ ഇതി ബ്രുവാണൈർഗമിതോ ഗൃഹം ഭവാൻ
മരുത്പുരാധീശ്വര പാഹി മാം ഗദാത്. ഒന്നുകൂടി ചൊല്ലാം. മഹീരുഹോർമദ്യഗതോ ബദാർഭഗോ ഹരി പ്രഭാവാദ പരീക്ഷതോധുനാ ഇതി ബ്രുവാണൈർഗമിതോ ഗൃഹം ഭവാൻ മരുത്പുരാധീശ്വര പാഹി മാം ഗദാത്. 10ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാരും നന്ദഗോപരടക്കമുള്ള ഗോപന്മാർ പറഞ്ഞൊരു കാര്യമാണ്. 2 വൃക്ഷങ്ങളുടെ ഇടയിലാണ് പാവം ആ കുഞ്ഞ് പെട്ടുപോയത്. ഉണ്ണിക്കണ്ണൻ 2 വൃക്ഷങ്ങളുടെ ഇടയിലാണ് പെട്ടുപോയത്. എന്നിട്ട് കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ. അത് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമാണ്, ആശ്ചര്യമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ, ആ ഉണ്ണിക്കണ്ണനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിയാണല്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം, അവിടെയുള്ള ഗോപന്മാരെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ യശോദാമയ്ക്കും നന്ദഗോപർക്കും ജനിച്ച ഒരു സാധാരണ കുട്ടിയാണ്, ഒരു സാധാരണ ബാലനാണ്. ആ ഒരു സാധാരണ ബാലൻ 2 വൃക്ഷങ്ങളുടെയും കടപുഴകി വീണതിൻ്റെ നടുക്ക് നിന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കാം. ഒന്നും സംഭവിച്ചില്ലല്ലോ, കുഞ്ഞിൻ്റെ മേലൊരു പോറൽ പോലും ഉണ്ടായില്ലല്ലോ. അത് അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്, അത് ആശ്ചര്യമാണ്. അത് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് കുട്ടിക്ക് ഒന്നും പറ്റാണ്ടിരുന്നത്. നമ്മളും പറയുമല്ലോ, എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ട് നമ്മൾ അതിന് തലനാരിഴയ്ക്ക് ഇങ്ങനെ രക്ഷപ്പെടുമ്പോൾ ഹാവു ഭഗവാൻ കാത്തു എന്ന് പറയില്ലേ. അതേപോലെ തന്നെ നന്ദഗോപരും കൂടെയുള്ള ഗോപന്മാരും ഒക്കെ പറഞ്ഞു വരിക, ഇങ്ങനെ 2 വൃക്ഷങ്ങളുടെ ഇടയിൽ പെട്ടിട്ടും ഉണ്ണിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമാണ്, വിഷ്ണു ഭഗവാൻ അനുഗ്രഹിച്ചതാണ് കുട്ടിയെ, ആശ്ചര്യമാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിക്കണ്ണനെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി, ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 48ാമത്തെ ദശകത്തിലെ 10ാമത്തെ ശ്ലോകവും 48ാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ 10ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഗോപന്മാരും നന്ദഗോപരും ഒക്കെ ഉണ്ണിക്കണ്ണനെ എടുത്ത് ഗൃഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഇങ്ങനെ 2 വൃക്ഷങ്ങളുടെയും ഇടയിൽ അത് കടപുഴകി വീണു, അതിൻ്റെ ഇടയിലാണ് ഉണ്ണി ഇരിക്കേണ്ടായിരുന്നത്, എന്നിട്ടും ആ ഉണ്ണിക്കണ്ണന് ഒന്നും സംഭവിച്ചില്ലല്ലോ, വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമാണത്, വിഷ്ണു ഭഗവാൻ കുട്ടിയെ രക്ഷിച്ചതാണ്, ആശ്ചര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഭട്ടതിരിപ്പാട് പറയുന്നു, അങ്ങനെയുള്ള ഗുരുവായൂരപ്പ ഭഗവാനെ, അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന്. ഇനി നമുക്ക് ഇന്ന് ചൊല്ലിയ 5 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. അതന്ത്രമിന്ദ്രദ്രുയുഗം തദാവിധം സമേയുഷാമന്തരഗാമിനാ ത്വയാ തിരായിതോലൂഖലരോദനിർധുതൗ ചിരായ ജീർണൗ പരിപാതിതൗ തരു അഭാചി ശാഖിദ്വിതയം യഥാ ത്വയാ തഥൈവ തദ്ഗർഭതലാ നിരേയുഷാ മഹാത്വിഷാ യക്ഷയുഗേന തത്ക്ഷണാദഭാചി ഗോവിന്ദ ഭവാനഭിസ്തവൈ ഇഹാന്യഭക്തോപി സമേഷ്യതി ക്രമാത് ഭവന്തമേതൗ ഖലു രുദ്രസേവകൗ മുനിപ്രസാദാത് ഭവതം കൃമാഗതൗ ഗതൗ വൃണാനൗ ഖലു ഭക്തിമുത്തമാം തതസ്തരൂധാരണദാരുണാരവ പ്രകമ്പി സംഭാതിനി ഗോപമണ്ഡലേ വിലച്ചിതത്വജ്ജനനീ മുഖേക്ഷിണ വ്യമോക്ഷിനന്ദേന ഭവാൻ വിമോക്ഷത മഹീരുഹോർമദ്യഗതോ ബദാർഭഗോ ഹരേ പ്രഭാവാദ പരീക്ഷതോധുനാ ഇതി ബ്രുവാണൈർഗമിതോ ഗൃഹം ഭവാൻ മരുത്പുരാധീശ്വര പാഹി മാം ഗദാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ 48 ദശകങ്ങൾ ചൊല്ലി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ ഈ ചാനലിൽ വരുന്ന ചില കമൻസിൽ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പണ്ട് നാരായണ നാരായണ എന്ന് ചൊല്ലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാരായണ നാരായണ ചൊല്ലി സത്യ നിത്യ
പ്രഭോ വിഭോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നമശിവായും ചൊല്ലും. അപ്പോൾ ഞങ്ങളിങ്ങനെ നാരായണീയം ക്ലാസ് പഠിക്കാൻ പോകുന്ന സമയത്ത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഭഗവാന് അവിടെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഭക്ഷണം പ്രസാദമായിട്ട് വെക്കും. ഭക്ഷണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ പഞ്ചസാരയായിരിക്കും വെക്കുക. അത് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ആരതിയൊക്കെ ഒഴിഞ്ഞതിന് ശേഷം പ്രസാദമായിട്ട് തരും. ചിലപ്പോൾ പഴമായിരിക്കും വെക്കുക. അങ്ങനെ ഇന്നത് വേണം എന്നുള്ളതല്ല, എന്തെങ്കിലും ഒന്ന് വെക്കും ഇങ്ങനെ ക്ലാസ്സിന് പോകുന്ന സമയത്ത്. അപ്പം നമ്മൾ ഈ നാരായണിയൊക്കെ ഇങ്ങനെ ചൊല്ലി മംഗളശ്ലോകങ്ങൾ ചൊല്ലിയിട്ടാണ് നാരായണീയം ചൊല്ലുക. അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇതുപോലെ നാരായണ ചൊല്ലും, പിന്നെ നമശിവായ ചൊല്ലും. ആരതി ഇങ്ങനെ ഒഴിയുന്ന സമയത്ത് ഒരു ഭജൻ പോലെ ഒരെണ്ണം പാടാറുണ്ട്. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. അങ്ങനെ ഒരു ഭജൻ പോലെ നമ്മൾ കൈ കൊട്ടി പാടും. ആരെങ്കിലും ഒരാൾ ആരതി ഒഴിയും. അങ്ങനെ ഒഴിയുമ്പോൾ ഈ ഭജൻ പാടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കായേന വാച മനസേന്ദ്രിയർവ എന്നുള്ള ശ്ലോകങ്ങളൊക്കെ ചൊല്ലി നമ്മൾ ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് അവസാനിപ്പിക്കുക. അതിനുശേഷം ഈ പ്രസാദം എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടാം. അപ്പം നമ്മൾ വീടുകളിൽ ഇതുപോലെ എന്തെങ്കിലും പൂജ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം വിളക്ക് കൊളുത്തുന്ന സമയത്ത് ആരതി ഒഴിഞ്ഞ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും ഞാൻ ഇതുപോലെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. ഈ നാരായണത്തിൻ്റെ കൂടെ തന്നെ ഇടുമ്പോൾ അത് ഏത് ദശകാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പം ഞാൻ ആരതി ഒഴിയാതെ അങ്ങനെ തന്നെ ക്യാപ്ഷൻ കൊടുത്തിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ എന്നോട് ഇതുപോലെ കുറച്ച് പേര് ചോദിച്ചത് ഗീതാ ഗോവിന്ദം ഇതുപോലെ തന്നെ ചൊല്ലി പറഞ്ഞു തരുമോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ആലോചിക്കാവുന്ന കാര്യമാണ്. ഞാൻ അതും കഴിയുന്നതും ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്കിനി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ വരണ്ടെന്ന് വെച്ചിട്ടാണ് നാരായണീയം ചൊല്ലി പൂർത്തിയാക്കിയിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ നോക്കാം, നമുക്ക് സമയം കിട്ടുന്ന മുറയ്ക്ക് ഞാൻ ഗീതാ ഗോവിന്ദത്തിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഭഗവത്ഗീതയും ഇതുപോലെ ഒന്ന് ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നാണെങ്കിൽ അതും നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പം എല്ലാവരുടെയും സ്നേഹം ഇതുപോലെ തന്നെ തുടർന്നും തരിക എന്നുള്ളതാണ്. ഗുരുവായൂരപ്പനിലേക്ക് അടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു മാധ്യമം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് ഭഗവാൻ എന്നെ നിയോഗിച്ചു എന്നുള്ളതിൽ ഞാൻ അതിയായിട്ട് സന്തോഷിക്കുന്നു. കുറേ പേർക്ക് ഞാൻ കാരണം നാരായണീയം നന്നായിട്ട് ചൊല്ലാൻ പറ്റുന്നുണ്ട്. പലരും കൂടുതലായിട്ട് ഞാനിങ്ങനെ എഴുതി കണ്ടൊരു കമൻ്റാണ്, പുസ്തകം കയ്യിൽ വാങ്ങി വെച്ചിട്ടുണ്ട് നാരായണീയം, പക്ഷെ അത് എങ്ങനെ ചൊല്ലണം എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുമ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് നമ്മൾ ചൊല്ലുന്ന ഈ ചാനലിലെ വീഡിയോ കണ്ടു എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അത് ഭഗവാൻ തന്നെ എത്തിക്കുന്നതായിരിക്കുമല്ലോ. എന്നെയും ഭഗവാൻ തന്നെയാണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരുപാട് സന്തോഷം അങ്ങനെ കേൾക്കുന്ന സമയത്ത്. തുടർന്നും ഇതുപോലെ തന്നെ എല്ലാവരും എല്ലാ വീഡിയോസും കാണണം. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് 49ാമത്തെ ദശകവുമായിട്ട് വരാം. അതുവരെ ഹരിയോ.